ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് എന്തൊക്കെ ചെയ്തു? എല്ലാവരും ഹാപ്പി ആയിരുന്നോ? ഇന്നേ ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത് എൻ്റെ കുറച്ച് തോട്ട്സുകളാണ് കേട്ടോ. എനിക്ക് അനുഭവപ്പെട്ടതും ആയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്തോട്ടെ നിങ്ങളോടൊപ്പം. നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ അല്ലേ, സുഖവും ദുഃഖവും അനുഭവിക്കാത്ത ആരും തന്നെ ഭൂമിയിൽ ഉണ്ടായിരിക്കില്ല അല്ലേ. എല്ലാവർക്കും സുഖവും ദുഃഖവും ഉണ്ടായിരിക്കും. ചില സമയങ്ങളെല്ലാം നമ്മുടെ ദുഃഖങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും ഓർത്ത് വിഷമിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. മുമ്പൊക്കെ എനിക്കതുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ ഞാനത് എങ്ങനെ മാറ്റി നിർത്താമെന്നുള്ളത് പഠിച്ചു. പഴയ കാര്യങ്ങളൊന്നും ഓർത്ത് ഞാൻ വിഷമിക്കാറില്ല. ഞാൻ നല്ല കാര്യങ്ങൾ ഓർത്ത് സന്തോഷിക്കാറുണ്ട്. ഇപ്പോൾ എനിക്ക് സന്തോഷിക്കാൻ ഞാൻ പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾ അതുപോലെ സന്തോഷിക്കാൻ പഠിക്കണം കേട്ടോ. നമ്മൾ ഒരുപാട് പേരുടെ പ്രതീക്ഷയ്ക്കും സന്തോഷത്തിനും പാത്രമായി നമ്മൾ ജനിക്കുന്നു അല്ലയോ. അത് കഴിഞ്ഞ് അവരെ നമ്മൾ സന്തോഷിപ്പിക്കുന്നു, അവരെ നമ്മൾ ചിരിപ്പിക്കുന്നു. നമ്മുടെ കുടുംബത്തിലുള്ള അംഗങ്ങൾക്കെല്ലാം സന്തോഷമായിരിക്കും നമ്മൾ ജനിക്കുമ്പോൾ അല്ലയോ. അത് കഴിഞ്ഞ് കുറേ നാൾ കഴിയുമ്പോൾ നമ്മൾ ആരെയും അറിയിക്കാതെ എല്ലാവരെയും കരയിച്ചു കൊണ്ട് നമ്മളിവിടെ നിന്ന് യാത്ര പോകുന്നു. നമ്മുടെ ജീവിതത്തിൽ നമുക്കെന്തെങ്കിലും ബാഡ് സംഭവങ്ങൾ ജീവിതത്തിൽ വന്നു പോകുമ്പോൾ നമ്മുടെ പഴയ തലമുറയിലെ ആൾക്കാർ പറയും, അത് നിങ്ങളുടെ വിധിയാണ്, നിങ്ങളത് സഹിച്ചേ പറ്റുള്ളൂ, നിങ്ങളുടെ തലയിലെഴുത്താണ് എന്നെല്ലാം പറയുമല്ലേ ഞങ്ങളുടെ അടുത്ത്. എസ്പെഷ്യലി പഴയ തലമുറക്കാർ അങ്ങനെ തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. കാര്യം അവർക്ക് അത്രേ അറിയത്തുള്ളൂ. കാര്യം നമ്മളുടെ തലയിലെഴുത്ത് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണല്ലേ. നമ്മുടെ കഥയിലെ സ്ക്രിപ്റ്റ് റൈറ്റർ നമ്മളാണ് നയിക്കുന്നത് നമ്മളുടെ ജീവിതം എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് നമ്മളാണ് തീരുമാനിക്കേണ്ടതെന്ന്. നമ്മുടെ ജനനത്തിനും മരണത്തിനും ഇടയ്ക്ക് നമ്മൾ ഒരു നീണ്ട യാത്രയിലായിരിക്കും എല്ലാവരും അല്ലേ. ഈ യാത്രയിൽ എല്ലാവർക്കും വ്യത്യസ്തമായ അനുഭവങ്ങളായിരിക്കും. ഈ വ്യത്യസ്തമായ അനുഭവങ്ങൾ തന്നെ വ്യത്യസ്തമായ ആൾക്കാർ വ്യത്യസ്തമായ രീതിയിൽ സൃഷ്ടിക്കുന്നു അല്ലയോ. നമ്മൾ തിരഞ്ഞെടുക്കും. ഈ ജീവിതത്തിനിടയിൽ നമ്മൾ കുറച്ച് സമയം അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ നമ്മുടെ ലൈഫിൽ നമ്മൾ ഓർക്കും, നമുക്ക് എന്തെല്ലാം ഇല്ല, ഇനി എന്തെല്ലാം വേണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ള ചിന്ത എല്ലാവരുടെ മനസ്സിലും വരുമല്ലേ. പക്ഷേ നമുക്ക് എന്തെല്ലാം ഉണ്ടെന്ന് ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? ആ ഉള്ളതിനെക്കുറിച്ച് ഓർക്കാറുണ്ടോ? ആ ഉള്ളത് നമ്മുടെ ഭാഗ്യം കൊണ്ടല്ലേ. ആ ഭാഗ്യങ്ങൾ നമുക്ക് കിട്ടിയത് എന്ത് നല്ലതാണെന്ന് നമ്മൾ ഓർക്കാറുണ്ടോ? അതുകൂടെ നമ്മുടെ ജീവിതത്തിൽ ഓർക്കണം. പഴയ കാര്യങ്ങൾ ഓർത്ത് ദുഃഖിക്കാതെ നമുക്കുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് സന്തോഷിക്കും. നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമുക്ക് എന്തെങ്കിലും വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആ ആഗ്രഹത്തിനെ കുറിച്ച് നമ്മൾ എപ്പോഴും ചിന്തിക്കുമല്ലേ. നമുക്കത് വാങ്ങണം, അത് നമുക്ക് വേണം എന്ന് നമ്മൾ സദാ ചിന്തിച്ചു കൊണ്ടിരിക്കും. പക്ഷേ നമുക്കത് കിട്ടിക്കഴിഞ്ഞാലോ പിന്നെ നമ്മളത് ഓർക്കാറുണ്ടോ? പിന്നെ നമ്മൾ അപ്പാടെ മറക്കും അല്ലേ. അപ്പം അതുപോലെ തന്നെ നമ്മൾ കിട്ടാത്തതിനെക്കുറിച്ച് നമ്മൾ അധികം ചിന്തിക്കേണ്ട. കിട്ടിയതിനെക്കുറിച്ച് നമുക്ക് ചിന്തിച്ച് സന്തോഷകരമായി നമുക്കുള്ള ജീവിതം ആസ്വദിക്കാം. നമ്മൾ പ്രസൻറ്റ് മൊമെൻറ്റിൽ ഹാപ്പിയാണോ? നിങ്ങൾ എല്ലാവരും ഹാപ്പി ആണെങ്കിൽ ആ ഹാപ്പിനെസ് നമ്മൾ ആസ്വദിക്കാൻ എപ്പോഴും പഠിക്കുക. നല്ല ചിന്തകളിൽ കൂടി കടന്നു പോകുക. നമ്മുടെ മനസ്സിലെ ഹാപ്പിയായി ജീവിക്കാൻ പഠിക്കുക. അതിനപ്പുറം നമ്മുടെ ലൈഫിൽ വേറെ ഒന്നും തന്നെ ഇല്ല. അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന ഈ കാര്യങ്ങളുണ്ടല്ലേ, എൻ്റെ ജീവിതത്തിനെ ഒരുപാട് മാറ്റിമറിച്ചു. ഞാൻ ഒരുപാട് കാര്യങ്ങൾ അനുഭവിച്ച ഒരു വ്യക്തിയാണ്. എൻ്റെ അനുഭവത്തിൽ നിന്ന് പഠിച്ചത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്കൊപ്പം ഇതെല്ലാം ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ കേട്ടതിന് ശേഷം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. Thank you for watching and see you soon with another vlog. Till then, bye for now.